പ്രൊഫസർ റോണി കെ ബേബി, ഇവിടെ റെജി ലൂക്കോസ് സൂചിപ്പിച്ച വിമർശനങ്ങൾ താങ്കളും കേട്ടിരിക്കുമല്ലോ. കൃത്യമായൊരു ഗൂഢാലോചനയുണ്ട് എന്ന് ശശീന്ദ്രൻ പറഞ്ഞതിനെ എങ്ങനെ സംശയിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത് കോൺഗ്രസിന്റെ ഒരു നാടകമായിരുന്നു, അതുകൊണ്ടാണ് വലിയ രീതിയിൽ ഇതിനെ ആളിക്കത്തിക്കാൻ ശ്രമിച്ചത്, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. ഇവിടെ ഇടതായാലും വലതായാലും സാധാരണക്കാർക്ക് എന്ത് നീതി കിട്ടുന്നു എന്നുള്ളതാണ്. ഈ മനുഷ്യ വന്യജീവി സംഘർഷം തുടങ്ങിയിട്ട് കാലങ്ങൾ എത്രയായി, പക്ഷേ ഇപ്പോഴും കാട്ടാനയുടെ ചവിട്ടേറ്റും പുലിയുടെ കടിയേറ്റും ഒക്കെ മരിച്ചു വീഴുന്ന ജീവനുകൾക്ക് യാതൊരു വിലയുമില്ല ഈ നാട്ടിൽ. ഇന്നലെ നിലമ്പൂരില് വൈദ്യുതാഘാതമേറ്റ് അനന്തു എന്ന ഒരു കൊച്ചുകുഞ്ഞ് മരണപ്പെട്ട സംഭവം നമുക്കെല്ലാം വളരെ ഹൃദയവേദന ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ ഇത് എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇപ്പോൾ നമ്മളോട് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് അവിടെ പ്രതിഷേധം ഉണ്ടായി എന്നതാ. നമുക്കറിയാം, കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ വനവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ വിവിധ വകുപ്പുകൾക്കെതിരെ, അവിടെ അനാസ്ഥകൾക്കെതിരെ, അത് വനം വകുപ്പ് ആയിക്കോട്ടെ, വൈദ്യുതി വകുപ്പ് ആയിക്കോട്ടെ, വനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏത് വകുപ്പുകളാണേലും അവരെല്ലാം തീർത്തും ജനവിരുദ്ധരായി പ്രവർത്തിക്കുന്നു എന്നൊരു ആരോപണം കേരളത്തിന്റെ മലയോര മേഖലയിലുണ്ട്, അല്ലെങ്കിൽ വനവുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ വഴിക്കടവിൽ നടന്ന സംഭവം തന്നെ 6 മാസം മുമ്പ് തന്നെ ഇതിന് സമാനമായിട്ടുള്ള ഒരു സംഭവം അവിടെ ഉണ്ടായി. ഇതുപോലെ തന്നെ ഷോക്കേറ്റ് ഒരാൾ കൊല്ലപ്പെടുന്ന അല്ല മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി നിരവധി സംഭവങ്ങൾ ഇത് ഈ പറയുന്ന നിലമ്പൂരിൽ മാത്രമല്ല കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ ജനങ്ങളുടെ രോഷം വളരെ ശക്തമാണ്. കാരണം അവിടെ പറയുന്നത് ഇത് ഞങ്ങൾ നിരവധി തവണ വൈദ്യുതി വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ നിയമവിരുദ്ധമായി വൈദ്യുതി ടാപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കെണികൾ ഉണ്ടാക്കുന്നു. അതിൽ ഒത്തിരി പാവപ്പെട്ട ആളുകൾ അവരുടെ നമുക്കറിയാം വീടുകളിലെ മൃഗങ്ങളൊക്കെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അതിനകത്ത് സർക്കാർ വകുപ്പുകൾ അതിന്റെ അകത്ത് ആവശ്യമായിട്ടുള്ള ശ്രദ്ധ ഉണ്ടാകണം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ കെണികൾ വെച്ചുകൊണ്ട് ഈ വന്യജീവികളെ കൊന്ന് മാംസമായി വിൽക്കുന്ന ആളുകളുടെ പേരുകൾ സഹിതം തന്നെ ഞങ്ങൾ ഈ പറയുന്ന വനം വകുപ്പിന്റെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഒരു ചർച്ച എന്താ, നിലമ്പൂരിൽ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ പ്രതിഷേധം ഉണ്ടായത് എന്നാണല്ലോ ഇവിടെ ഇടതുപക്ഷത്തിന്റെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കള് വിമർശിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കകം അത് നമ്മുടെ നേര്യമംഗലം ആയിക്കോട്ടെ, ആറളമായിക്കോട്ടെ, വയനാട് ആയിക്കോട്ടെ, കോട്ടയം ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളായിക്കോട്ടെ, അവിടെയൊക്കെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോൾ ഇവിടെ നേര്യമംഗലത്ത് അവിടുത്തെ ബഹുമാനപ്പെട്ട ബിഷപ്പിന്റെ ഉൾപ്പെടെയാണ് പ്രതികളാക്കി കേസെടുത്തിരിക്കുന്നത്. അതൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴാണോ ഇതുപോലെയുള്ള ജനരോഷം ഉണ്ടായത്? ഈ മനുഷ്യ വനം സംഘർഷം അല്ലെങ്കിൽ ഈ മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഏറ്റവും ഒരു കാതലായിട്ടുള്ള ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിലമ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, കാരണം നിലമ്പൂരിലെ കഴിഞ്ഞ ഒരു വർഷത്തിനകം തന്നെ ഏകദേശം 1 ഡസനോളം ആളുകൾ ഈ വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴൊക്കെ നമുക്കറിയാം, ഈ വനം വകുപ്പ് ഇതിനോട് കാണിക്കുന്ന തികഞ്ഞ ഉത്തരവാദിത്തരഹിതമായിട്ടുള്ള സമീപനം നമ്മളിവിടെ കണ്ടു. ഇവിടെ വനം നിയമ ഭേദഗതി വരെ കൊണ്ടുവന്നതാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ്. ശക്തമായ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്നാണ് സർക്കാരിന് അത് ഇട്ട് ഓടേണ്ടി വന്നത്. അതിന് അവസാന നിമിഷം പോലും ന്യായീകരിച്ച ആളാണ് ഈ വനംവകുപ്പ് മന്ത്രി. വളരെ ലജ്ജാകരം എന്ന് പറയട്ടെ, അങ്ങനെ ഒരു വകുപ്പിന്റെ, ഇത്രയും പ്രധാനപ്പെട്ട ഒരു വകുപ്പിന്റെ തലപ്പത്ത് ഇരിക്കുവാൻ യോഗ്യനാണോ ആ മന്ത്രി എന്ന് അദ്ദേഹം തന്നെ ആത്മപരിശോധന ചെയ്യട്ടെ. നമ്മൾ വിമർശിക്കുകയല്ല, അദ്ദേഹത്തിന്റെ ആത്മപരിശോധന ചെയ്യട്ടെ. ഇത്രയും വലിയ വിഷയങ്ങൾ ഈ കേരളത്തിലുണ്ടാവും. ഇപ്പൊ എന്താ, ഞങ്ങളതിനെ രാഷ്ട്രീയവൽക്കരിച്ചു, നമ്മൾ എല്ലാത്തിനും അതിനെ രാഷ്ട്രീയവൽക്കരിച്ചു. എന്താണ് അവിടുത്തെ CPM സ്ഥാനാർത്ഥി അദ്ദേഹം പറഞ്ഞ നിലപാട് എന്താ? സ്വരാജ് അങ്ങനെ അതിനകത്തൊരു രാഷ്ട്രീയവൽക്കരണം ഉണ്ടായിട്ടില്ല. അവിടെ ഇന്ന് ഇവിടെ വനംവകുപ്പ് മന്ത്രി ഒരു പ്രസ്താവന പറയുന്നു, ഇതിനെ പിന്തുണച്ചുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി രംഗത്ത് വരുന്നു, ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു വിഷയത്തെ പിന്നെ വഴിതിരിച്ചു വിടാമോ? ആ വിഷയത്തെ അഡ്രസ് ചെയ്യുന്നതിന് പകരം അവിടെ CPM സ്ഥാനാർത്ഥി പറഞ്ഞ നിലപാട് എങ്കിലും അതിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കാനുള്ള ഒരു ആർജവത്വം CPM അല്ലെങ്കിൽ ആ ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി കാണിക്കണം എന്നാണ് എനിക്ക് ഇതിനകത്ത് അഭ്യർത്ഥിക്കുന്നത്. എന്തിനും രാഷ്ട്രീയമായി മാത്രം കാണാതെ ഇവിടെ CPM ബഹുമാനപ്പെട്ട റെജി ലൂക്കോസ് രാധയുടെ ഒക്കെ സംഭവം പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം മാത്രം ചൂണ്ടിക്കാണിക്കാം. പെരുമ്പാവൂരിലെ ജിഷ വധക്കേസൊക്കെ നമുക്കറിയാം. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് CPM എത്രമാത്രമാണ് രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചത്. എനിക്ക് ആ ഒരു ഇതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പിന്നെ പാലക്കാട് ഇവിടെ നീല സ്യൂട്ട് കേസ് വിവാദമൊക്കെ ഉണ്ടായപ്പോൾ, ട്രോളി വിവാദമൊക്കെ ഉണ്ടായപ്പോൾ എങ്ങനെയാണ് മിനിറ്റുകൾക്കകം അവിടെ CPM ആളുകൾ തടിച്ചുകൂടിയതും എന്നതിനെ കുറിച്ച് നമുക്കറിയാം. ഇത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള, വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു ജനകീയ നിഷേധമാണ്. ഇപ്പോൾ എന്താ, അവിടെ ഈ പറയുന്ന വനംവകുപ്പ് മന്ത്രി കൂടുതൽ ഒറ്റപ്പെട്ടിരിക്കുക. അദ്ദേഹത്തിന് ഇത്രയും നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവന
അദ്ദേഹം വളരെയധികം ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ആ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണം എന്നാണ് നിലമ്പൂരിലെ ജനങ്ങളോട് മാത്രമല്ല കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം എന്നാണ് എനിക്ക് ഇവിടെ അഭ്യർത്ഥിക്കുന്നത്. ശരി.